ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം നടന്ന നെറ്റ് പരീക്ഷയൊക്കെ എഴുതി എല്ലാവരും അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടോപ്പിക് ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബറിലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം ഇപ്പോഴേ ആരംഭിക്കണം. എപ്പോഴും പല വീഡിയോയിലും പല ക്ലാസ്സുകളിലുമൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പ്രിപ്പറേഷൻസ് അവസാനത്തേക്കാക്കി മാറ്റി വെക്കരുത്. കാരണം നെറ്റിൻ്റെ സിലബസ് എന്നൊക്കെ പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള ഒത്തിരി വലിയൊരു സിലബസാണ്. ഈ വാസ്റ്റായിട്ടുള്ള സിലബസിൽ നിന്ന് വൈൽഡായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പരീക്ഷകളാണ് ഇപ്പം നടക്കുന്നത്. കോമ്പറ്റീഷൻസ് കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ നേച്ചറും മാറുന്നുണ്ട്. ഇത്തവണത്തെ പരീക്ഷ കുറച്ച് എളുപ്പമായിരുന്നു എന്ന് കരുതി അടുത്ത തവണത്തെ പരീക്ഷ എളുപ്പമാകണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇത്തവണ കുറച്ച് പേർക്ക് പാടായിരുന്നു എന്ന് കരുതി അടുത്ത തവണ പാടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നിരുന്നാലും CSIR will keep up its standard. So the level of questions will not come down beyond a limit. So you should expect a good exams in the December session also. So അങ്ങനെ ഇരിക്കെ തന്നെ നിങ്ങൾ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ ഈ സമയം ആരംഭിക്കുക. കാരണം ഇതിനുവേണ്ടി നല്ല മുഹൂർത്തമോ നല്ല സമയമോ ഒന്നും കുറിക്കേണ്ട കാര്യമില്ല. ഒരു ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത്ര വലിയൊരു സിലബസാണ് നിങ്ങളുടെ മുമ്പിൽ തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറും നമ്മൾ ഡിസംബർ ബാച്ചിലേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികൾ പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. വീക്കിലി എക്സാമുകൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ലൈവ് ക്ലാസ്സുകളും നമ്മൾ ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ് അടുത്ത ഒരു നെറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ആവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, PG കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് നെറ്റ് പരീക്ഷ എന്നുള്ളത്. നിങ്ങൾ ഏത് ദിശയിലേക്ക് തിരിയണം എന്ന് തീരുമാനിക്കുന്ന ഒരു ലൈഫ് ടേണിംഗ് പോയിൻ്റാണ് നെറ്റ് പരീക്ഷ. സോ based on this exam you will be classed as whether you are eligible for JRF and lectureship, or whether you are eligible for lectureship only, or you are eligible for PhD admissions only. സോ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ മുതൽ ദ അഡ്മിഷൻസ് ഫോർ PhD പ്രോഗ്രാംസ് are also stipulated to or entitled to the passing of this CSIR examinations. So the exam പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PhD അഡ്മിഷൻസ് എങ്കിലും നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റൂ. അല്ലാതെ വെറുതെ പോയി പലതവണ എൻട്രൻസ് എഴുതേണ്ട കാര്യമില്ല. അപ്പം ലൈഫ് ടേണിംഗ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആണ് എന്ന ഒരു സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ പഠനത്തെ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് ദ വെരി ഫേമസ് topic in electrodynamics, which is nothing but multipole expansions. Multipole expansion. So what is this multipole expansion, and why is it important in electrodynamics? So here I have an area. So this is my charged area. So I am considering a small volume inside this body. Considering a small volume inside this body, and the volume be some d tau prime. Okay, d tau prime, the small volume d tau prime. So I need to find the field at this point due to this small volume. So let the field point be at a distance r. Field point be at a distance some r, and this be the origin of my coordinate system. This is my x-axis, y-axis, and z-axis. So the position vector to the considered the volume, considered infinitesimal volume be some r prime. It is some r prime, and the position vector to the field point is some r. The position vector to the field point is some r, since it's a position vector. So this is the direction,
So this is the direction. Okay, so you know, so what is this here? Since we are interested to find the field, so this is named as field point. Okay, so this is the field point. Okay, so this is my region. So this region is having some charge density. So this region is having some charge density rho. Let it have some charge density rho. So we know by triangle law of vector addition, you know, r prime plus r, vector r prime plus r will give you vector small r, isn't it? So then so from this, what is capital R? Vector R, capital R is equal to vector r minus r prime, r minus r prime. So modulus of r is equal to, so modulus of r is equal to what? Modulus of r is equal to r square plus r prime square minus 2r prime cos theta, 2r prime cos theta. So if this is a theta, angle between r prime and r, this is theta, so 2r prime cos theta, isn't it? So see here, I am taking r square common, so this is equal to under root r square is taken common, so r square into 1 plus 1 plus r prime square by r square plus minus 2r prime by r into cos theta, 2r prime by r into cos theta, correct? So so here I am taking this, I am rewriting this, so r is equal to, so r into 1 plus r prime square by r square minus 2r prime by r cos theta whole power 1 by 2, whole power 1 by 2, isn't it? So so therefore I can write, therefore modulus r is equal to, I can simplify this as r into root of 1 plus epsilon. So I am writing it as therefore r is equal to r into root of 1 plus epsilon, where this epsilon could be written as what is this epsilon then? Epsilon is r prime square by r square minus 2r prime by r cos theta. Okay, so this is named as epsilon. Okay, so I got modulus r. So we know the potential. So the potential due to the considered d tau, potential due to the considered d tau or a d tau prime. So we use primes in order to indicate we are integrating some expressions with respect to d tau. So we usually use primed coordinates. So potential due to d tau prime at the field point, the potential due to d tau prime at the field point is given by dv. Since d tau prime is the considered point, dv is the infinitesimal volume, the infinitesimal potential. So dv is equal to k into that small charge dq divided by what is the distance? It is r, isn't it? K dq by r. So what is this dq? That is k into dq is rho d tau prime, isn't it? Divided by r. K into rho d tau prime by r, isn't it? So therefore we know here we calculated the modulus r. So 1 by modulus r is equal to, so 1 by modulus r is equal to what? 1 by modulus r is equal to 1 by small r into 1 plus epsilon power minus 1 by 2. Is it not? So 1 plus epsilon power minus 1 by 2. So if you substitute it or if you expand it, what will you get? So this is equal to 1 by r into 1 minus 1 by 2 epsilon plus next term will be 3 by 8, isn't it? 3 by 8 into epsilon square minus 5 by 16 into epsilon cube plus etc. 5 by 16 into epsilon cube plus etc. So this is the binomial expansion for this, isn't it? So if you substitute it, see, if you substitute it there, so you will get 1, this is equal to
this is equal to 1 by r into 1 by r into 1 minus 1 by 2 into, substitute for epsilon. So 1 by 2 into epsilon. What is epsilon? Epsilon is r prime by r whole square minus 2 into r prime by r into cos theta plus 3 by 8 into 3 by 8 into what will you get? 3 by 8 into r prime by r whole square minus 2 into r prime by r cos theta, 2 into r prime by r cos theta whole square minus 5 by 16 into r prime by r whole square minus 2 into r prime by r into cos theta whole cube minus etc. Isn't it? So you got the expansion. So we substituted for epsilon only. Okay. So then what will you get? So this can be written as 1 by r is equal to 1 by r is equal to, see, 1 by r into 1 by r into, see, 1 by r into, see, r prime by r whole power 0. R prime by r whole power 0. Any worries? I think it's clear. 1. Isn't it? So r prime by r whole power 0 plus r prime by r into cos theta, r prime by r into cos theta plus r prime by r whole square into r prime by r whole square into 1 by 2 into 3 cos square theta minus 1, 3 cos square theta minus 1 plus etc. We just grouped all these r prime by r's. Okay. So this is just directly from this step, isn't it? So now you got 1 by r. So therefore 1 by r is equal to 1 by small r into r prime by r whole power 0, r prime by r whole power 0 into, see, I am writing this Legendre polynomial p0 of cos theta. What is p0 of x? P0 of x is 1, isn't it? So p0 of x is 1. So it is a p0 of cos theta plus r prime by r whole power 1 into r prime by r whole power 1 into p1 of cos theta. So p1 of x is x itself. So p1 of cos theta is cos theta itself. So plus r prime by r whole square into 3 cos square theta minus 1 by 2. So that is what? P2 of cos theta. P2 of x is 3x square minus 1 by 2. Okay. So r prime by r whole square is a P2 of cos theta. Then plus next term will be what? Plus r prime by r whole cube into P3 of cos theta plus etc. Plus etc. It goes like that. So you got the expansion, isn't it? So therefore I can simplify this as 1 by r is equal to 1 by small r into summation over n is equal to 0 to infinity. What will you get? R prime by r whole power n into Pn of cos theta into Pn of cos theta. Very, very important. So 1 by r is equal to 1 by small r into summation over n, r prime by r whole power n into Pn of cos theta. So you got the expression for 1 by r. So since you got the expression for 1 by r, now we can directly go to the potential dV is equal to k into rho d tau prime, isn't it? K into rho d tau prime by r. We calculated it. So this can be written as dV is equal to k into rho d tau prime into what is 1 by r? 1 by r is see here there is a 1 by r, and so see we have got 1 by r is equal to 1 by small r into summation over n
summation over n r prime by r whole power n into Pn of cos theta, isn't it? If you are interested, you can take this r inside. So what will you get? 1 by r is equal to summation over n r prime power n divided by r power n plus 1 into Pn of cos theta. You can also write it like this if you are interested. So you got 1 by r. So substitute it here. So into summation over n r prime power n divided by r power n plus 1 into Pn of cos theta, into Pn of cos theta. So you got dV, isn't it? So then volume, potential V is equal to so k into integral rho d tau prime into summation over n is equal to 0 to infinity r prime power n by r power n plus 1 into Pn of cos theta, isn't it? So you got the value of the potential at the field point. V is equal to k into integral rho d tau prime summation over n equal to 0 to infinity r prime power n by r power n plus 1 Pn of cos theta. Okay, so the total volume, total potential V is equal to then so if you substitute n is equal to 0, then first you substitute n is equal to 0. So k into integral rho d tau prime into substitute n is equal to 0. So here it will be 0, r prime power 0, it will be 1. Here 1 by r, isn't it? Into 1 by r into P0 of cos theta. P0 of cos theta is 1. So k into rho d tau prime into 1 by r plus next term plus k into integral rho d tau prime into what it will be? Substitute n equal to 1. So it will be r prime by r power 1 plus 1 r square into P2 of cos theta. So P1 of cos theta, isn't it? P1 of cos theta. What is P1 of cos theta? It is cos theta itself plus next term k into integral rho d tau prime into substitute n equal to 2. So r prime square divided by 2 plus 1. It is r cube into P2 of cos theta. P2 of cos theta is what? 3 cos square theta minus 1 by 2. 3 cos square theta minus 1 by 2 plus etc. So this is how you will get the potentials, substituting different values of n. So you will get different potentials. See now what we are going to do. So you got the potential. V is equal to, substitute for k. What is k? K is 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0 into 1 by r into integral rho d tau prime. This is the first term, isn't it? Integration is with respect to d tau prime. So r is independent, so it could be taken outside. Plus next term plus 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0 into 1 by r square can be taken outside. 1 by r square into rho d tau prime into r prime into cos theta. So this is the second term plus next 1 by 4 pi epsilon 0 into 1 by r cube into 1 by r cube into integral rho d tau prime into r prime square into what will you get? 3 cos square theta minus 1 by 2. 3 cos square theta minus 1 by 2 plus etc. Isn't it? So the first term is called as the monopole term. V monopole. This is the monopole potential. Second term is V dipole. This is the dipole potential or dipole term. And this is the third term, which is the V quadrupole term. The quadrupole term in the expansion. Clear? So monopole term, dipole term, quadrupole term, octupole term, like that it will go. Is it clear? So
So for V monopole, so if you take a V monopole, the potential is proportional to 1 by R, isn't it? Potential V is proportional to 1 by R. So the electric field will be proportional to 1 by R square, isn't it? Dou V by dou R, isn't it? Then for dipole term, what will you get? V proportional to 1 by R square and electric field proportional to 1 by R cube, isn't it? And for a quadrupole term, the potential V proportional to 1 by R cube and electric field proportional to 1 by R power 4. 1 by R power 4, isn't it? Clear? So this is how we find out the dependencies of R with the position. Okay. So if you consider the monopole term, V monopole is equal to what will you get? 1 by 4 pi epsilon 0 into 1 by R into integral rho d tau prime, isn't it? So this is the monopole term. This is analogous to the total charge Q. Okay. So this is analogous to total charge Q. Then we dipole term. What is dipole term? So this is equal to 1 by 4 pi epsilon 0 into 1 by R square into integral rho d tau prime into R prime into cos theta. So dipole term. So this is like this. So this is a dipole. Equal and opposite charges separated by a small distance, isn't it? Then comes the quadrupole term. So V quadrupole. So this is equal to 1 by 4 pi epsilon 0 1 by R square integral rho d tau prime R prime square 3 cos square theta minus 1 by 2. So it is analogous to dipoles like this. Dipoles arranged like this. So it is arranged in the 4 vertices of a square. So this is a plus, this is minus, this is plus, and this is minus, like this. So this is the quadrupole. This is how we visualize what a quadrupole is, isn't it? So this is how we find the quadrupole. Then if you are interested, we can find the octopole term also. Octopole equals 1 by 4 pi epsilon 0 1 by R power 4 1 by R power 4 into integral rho d tau prime R prime cube into 5 cos cube theta minus 3 cos theta by 2. So it is nothing but the octopole term will be could be visualized as a cube on which the vertices are acting as different points of dipoles like this. So this will be plus, this will be minus, this will be plus, this will be minus, and this will be plus, this will be minus, this will be plus, this will be minus, like this. Okay, plus minus, plus minus, plus minus, plus minus. See, like this. So this is the octopole term. Okay, so this is how we can write. So in general, we can write the potential V is equal to 1 by 4 pi epsilon 0 into summation over n 1 by R power n plus 1 into integral rho d or R prime power n into rho d tau prime into Pn of cos theta So 1 by 4 pi epsilon 0 summation over n 1 by R power n plus 1 integral R prime power n rho d tau prime into Pn of cos theta. Is it clear? So this is how we will expand the potentials to get
multipoles. So I hope you have understood this. There are many applications for this multipole expansion. So in order to find the dipole moment, then different applications of dipole moment, finding dipole moment with respect to particular point, dipole moment finding dipole moment with respect to origin, or finding dipole moment with respect to any point which is given, then finding the moments of different charge distributions, then how to find the moments of continuous charge distributions. Here we have discussed about discrete charge distribution because summation is there. So then how we will use this expansion in order to find the charge distribution for moments for continuous charges like that. So there are many varieties of applications. So you can look into our application in our app for these classes. So I request you to study the multiple expansion very well, because there will be many questions based on this multiple expansion. Okay, not only for CSIR exams but for any competitive exams which covers electrodynamics, electromagnetic theory. Okay, so this is very very important. So ഈ ഭാഗം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. ഇതിനകത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങളും ഉണ്ടാവുന്നതാണ്. സോ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. സോ നമ്മൾ അടുത്ത തവണത്തെ CSIR നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഊർജിതമായ പരിശ്രമം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി UGC നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുമുള്ള പ്രിപ്പറേഷൻസ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചു കഴിഞ്ഞു. ജനറൽ പേപ്പർ, UGCയുടെ ജനറൽ പേപ്പർ, എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, പിന്നെ CSIRൽ ഫിസിക്സ്, ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ് ഇത്. അപ്പോൾ ഇതിനുവേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസിൽ കണ്ടുമുട്ടാം, ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം, ലൈവ് ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം, പരീക്ഷകളിൽ കണ്ടുമുട്ടാം. So we will study together. So wish you all the best, and we will see you with another video. Thank you.